ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വീറ്റ് പൊറോട്ടയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 500 ഗ്രാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ 1/4 ഭാഗം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പും അല്പം പഞ്ചസാര, ഒരു 1/2 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് ഈസ്റ്റ്, അതായത് പൊടി ഈസ്റ്റാണ്, പിന്നെ ഒരു 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ പൊറോട്ട ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. വീറ്റ് പൊറോട്ടയിൽ പാലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പോരാത്ത കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മളതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പൊറോട്ട നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോ സ്റ്റെപ്പും വളരെ വിശദമായി തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റായതിന് ശേഷം ആ കൈയൊക്കെ ഒന്ന് കഴുകി വന്നിട്ട് പിന്നെ നമ്മളതൊന്ന് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പൊറോട്ട കുഴക്കുന്നത് അല്പം നന്നായിട്ട് തന്നെ ഇതേപോലെ കുഴച്ചെടുക്കുക. മാവിൻ്റെ പരുവം ഈ ടൈറ്റാണ്. അപ്പോൾ നല്ലപോലെ കുഴച്ചതിന് ശേഷം ഞാനത് അല്പം ഓയിലൊന്ന് അതിൽ സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഞാനിതാ ഈ പാത്രത്തിലേക്ക് ഒരു പാത്രം എടുത്തിട്ടുണ്ടാവും, ഏകദേശം വെള്ളവും പാലും കൂടി. അപ്പോൾ നമ്മളതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിതാ കാണുമ്പോൾ നല്ല അത്യാവശ്യം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരോ ബൗൾസാക്കി എടുക്കുക. അപ്പോൾ നമ്മൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതേപോലെ നമ്മൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെയ്യുന്ന അതേ അളവാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബോൾസാക്കി എടുക്കുക. 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 1/2 കിലോയിലധികം ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ 1 കിലോ മാവിൻ്റെ പൊറോട്ടൻ്റെ കണക്ക് 17-18ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആവും. അപ്പോൾ ബോൾസ് ആക്കിയതിന് ശേഷവും നമ്മളൊരു 20-25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നതിന് ശേഷം നമ്മളത് വീശിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിൽ ഒരു പാത്രത്തിലേക്ക് എടുത്തു. പിന്നെ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. അതും ആട്ടപ്പൊടിയും മൈദയും മിക്സാണ്. ഇതേപോലെ ബോൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ചപ്പാത്തി കോലുകൊണ്ട് ഇതേപോലെ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വീശിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും, എളുപ്പമുള്ളതായിട്ട് കിട്ടത്തില്ല. എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കി ഇതേപോലെ വീശിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഓയിലും പൊടിയും ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഇതേപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ചുറ്റൽ ഇതേപോലെ ചുറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എതളായിട്ടുള്ള പൊറോട്ട കിട്ടും. ഇപ്പോൾ അടുത്തതും കൂടി ഞാൻ അതേപോലെ നമ്മൾക്ക് വീശി കാണിച്ചു തരാം. അപ്പോൾ അത് വീട്ടമ്മമാർക്കായാലും തുടക്കക്കാർക്കായാലും വലിയൊരു ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അതേപടി ഓയിലും പൊടിയും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മൂന്നാമത് ഞാൻ അതേപോലെ തന്നെ വീശി കാണിച്ചു തരാം. മൂന്നാമത് ഞാൻ അതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് എല്ലാ ബോളും ഇതേപോലെ നമ്മൾ വീശിയെടുക്കാം. എല്ലാം വീശിയെടുത്തിട്ടുണ്ട്. ഇനി അതും ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് എടുത്തതിന് ശേഷം റോൾ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് അമർത്തേണ്ട. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ അതിൻ്റെ ഇതളൊക്കെ ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ പൊറോട്ട ഇട്ടതിന് ശേഷം നമ്മളതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മളത് തിരിച്ചിടണം. കാരണം അടിവശം വേവാൻ അനുവദിക്കരുത്. ആദ്യം രണ്ടാമത്തെ തിരിച്ചിടലിന് വേണം അടിവശം വേവാൻ. അപ്പോഴാണ് ശരിക്കും നല്ല പൊറോട്ടയായിട്ട് കിട്ടുള്ളൂ. 2 വശം നല്ല ബ്രൗൺ കളറായിട്ട് വരുള്ളൂ. ഇപ്പോൾ ആ വശം ബ്രൗണായിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കണ്ടില്ലേ, ഏതളൊക്കെ നല്ലതായി പൊന്തി വരുന്നുണ്ട്. ഇനി അടിവശം വേകുന്ന സമയത്ത് നന്നായിട്ട് നമുക്കത് പൊന്തി വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പൊറോട്ട അവിടെ സെറ്റായി. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അടിപൊളിയായില്ലേ വീറ്റ് പൊറോട്ട. നമ്മൾ മൈദ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല സൂപ്പറായിട്ട് കിട്ടി, നല്ല ഇതളോടുകൂടി. രണ്ടാമതും ഞാനിതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീറ്റ് പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ 1/4 ഭാഗം മൈദ കൂടി ചേർത്ത് ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ രണ്ടാമത് ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇട്ടപാടെ നമ്മളത് മറിച്ചിടണം. എന്നിട്ട് ആ വശം വെന്തതിന് ശേഷം ഒന്നുകൂടി മറിച്ചിട്ടതിന് ശേഷം മാത്രം അടിവശം വേവിച്ച് എടുക്കുക. അപ്പോൾ തുടക്കക്കാർക്കെല്ലാം ഇതൊരു ഉപകാരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പൊറോട്ട എല്ലാം അതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്.
അതാ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി പൊറോട്ട ചൂടാൻ അറിയില്ല എന്ന് ആരും പറയില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പൊറോട്ട ചൂടാൻ പഠിച്ചിരിക്കും. അപ്പോൾ എല്ലാ പൊറോട്ടയും ഞാൻ അതേപോലെ ചുട്ടെടുത്തു. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിൽ നല്ല സൂപ്പറായിട്ടുള്ള നല്ല എതളുള്ള വീറ്റ് പൊറോട്ട അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദയിലായാലും ഇതേ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഇന്നിപ്പോൾ ആ പൊറോട്ടൻ്റെ കൂടെ എനിക്ക് ചിക്കൻ കുറുമയുണ്ട്. അപ്പോൾ സൂപ്പറായില്ലേ? അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.